ഇന്ന് നമുക്കൊരു പെയിൻറ്റിങ് ചെയ്താലോ? വേറൊന്നുമല്ല, ഒരു അമ്പലക്കുളം. പിന്നെ ഇതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുമെന്നെങ്കിൽ എന്തായാലും നിങ്ങൾ തന്നെ പൊങ്കാലയിടും. കാരണം ഇത് പാവത്തുങ്ങളുടെ ഒരു അമ്പലക്കുളമാണ്. ആ അമ്പലക്കുളം എന്ന് തന്നെ ഇതിനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിലെ മെയിൻ കാരണം എനിക്ക് പെയിൻറ്റിങ് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗീവ് അവേക്കായിട്ട് അതിൻ്റെ വിന്നേഴ്സിന് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങളുടെ തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിനകത്ത് 2 കമൻറ്റ്സ് ഞാൻ കണ്ടോളൂ. ഈ ഗിഫ്റ്റ് സെലക്ടിങ് ഒരുപാട് നാൾ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മാസം 30 വരെ അതിൻ്റെ സമയം കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ ജൂലൈ 30. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ആമ്പൽപ്പൂ വരച്ച് വന്നപ്പോഴത്തേക്ക് ആമ്പൽപ്പൂവിന് പകരം ഞാൻ വേറെ എന്തോ പൂവാണ് വരച്ച് വെച്ചത്. മനഃപൂർവ്വമല്ല, അങ്ങനെ ആയി പോയതാണ്. ഇനിയിപ്പം ഇമ്പോർട്ടഡ് ആമ്പൽപ്പൂവാന്നും പറഞ്ഞിട്ട് സമാധാനിക്കുക. ഇനി നിങ്ങൾ തന്നെ പറ, അത് ആമ്പൽക്കുളമായോ അതോ വേറെ എന്തെങ്കിലും ആയോ എന്ന്. അപ്പം ഗീവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.